5 വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു പുതിയ പ്രൊജക്ട് ദുബായിൽ ഈ ബ്രാൻഡ് ട്രയാങ്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്ടിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ട് ദുബായിൽ ഏറ്റവും അധികം ബിൽഡിംഗ്സ് ഡെലിവർ ചെയ്ത ഒരു എമറാത്തി ഡെവലപ്പർ, ടൈഗർ എന്ന് പറയുന്ന എമറാത്തി ഡെവലപ്പറിന്റെ ഒരു പ്രൊജക്ട് ആണ്. ഈ പ്രൊജക്ടിലെ അഡ്വാൻറ്റേജ് 5 വേൾഡ് റെക്കോർഡ്സ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഇപ്പോൾ ഈ ബിൽഡിംഗ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് റെസിഡൻഷ്യൽ ടവർ ഇൻ ദ വേൾഡ്, 122 ഫ്ലോറുള്ള ബിൽഡിംഗ് ആണ്. പിന്നെ ലോങ്സ്റ്റ് ഇൻഫിനിറ്റി പൂൾ, ലോങ്സ്റ്റ് പെന്റ് ഹൗസ്, ലോങ്സ്റ്റ് റെസ്റ്റോറൻറ്റ്, അങ്ങനെ എല്ലാ മേജർ ആയിട്ടുള്ള എല്ലാ വേൾഡ് റെക്കോർഡ്സും, ഒരു ബിൽഡിംഗ് കിട്ടാവുന്ന എല്ലാ വേൾഡ് റെക്കോർഡ്സും ഹോൾഡ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. ബുർജ് ഖലീഫയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ ഇരുന്ന ആളുകൾക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ടൈഗർ സ്കൈ ടവർ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ മോഡലും ആ പ്രോപ്പർട്ടിയുടെ ഷോ അപ്പാർട്ട്മെന്റും നമുക്ക് കണ്ടുതരാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി, ടൈഗർ സ്കൈ ടവർ എന്ന് പറയുന്ന ഈ ബിൽഡിങ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ദുബായിൽ ഡൗൺ ടൗണിനോട് ചേർന്നുള്ള ബിസിനസ് ബേയിലെ ബ്രാൻഡഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഈ ലൊക്കേഷനിലാണ് ഈ സ്കൈ ടവർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫ കഴിഞ്ഞാൽ ദുബായിലെ വേൾഡിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ടവറാണ് സ്കൈ ടവർ. 122 ഫ്ലോർ ഉണ്ട്. അതുപോലെ 5 വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നൊരു ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ്. ഇത് ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് ഇതിൻ്റെ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഈ സ്റ്റേജിൽ, അതായത് ഇപ്പോൾ ഓഫ് പ്ലാൻ ആണ്, ഇതിൻ്റെ എന്താ പറയുക, പേയ്മെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് എല്ലാ എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്. നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. നാട്ടിലെ പോലെ ഡെവലപ്ഡ് അക്കൗണ്ടിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് അക്കൗണ്ടിലേക്കാണ്. ഇത് രജിസ്റ്റേർഡ് പ്രൊജക്റ്റ് ആണ്. ദുബായിൽ ഗവൺമെൻറ് എന്താ പറയുക ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്ര സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ടൈഗർ സ്കൈ ടവർ എന്ന് പറഞ്ഞ ഈ പ്രൊജക്ട്. ഈ പ്രൊജക്റ്റിൽ അഡ്വാൻറ്റേജ് ഇതിൽ നമുക്ക് 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം, അതുപോലെ പെന്റ് ഹൗസ് ഉണ്ട്. പെന്റ് ഹൗസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ, വേൾഡിൽ ഏറ്റവും ഹൈറ്റിലുള്ള പെന്റ് ഹൗസ് ഇവിടെയാണ്, റോയൽ പെന്റ് ഹൗസ്. 1600 കോടി എന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ടിറക്കിയ വീഡിയോ ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് വരുന്ന ഇതിന്റെ നെക്സ്റ്റ് പ്ലോട്ടിൽ വരുന്ന ബുർജ് മിങ്കാട്ടിയിലാണ് ആ 1600 കോടി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത്. അതിനെക്കാട്ടും ഹൈറ്റിലുള്ള പെന്റ് ഹൗസ് അതിന്റെ 4/1 വിലയ്ക്കാണ് ഇവിടെ കിട്ടുന്നത്. 180 മില്യൺ ആണ് വരുന്നത്. 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 2.5 മില്യൺ ആണ്. 2.3 to 2.5 മില്യൺ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ആ പ്രൈസിൽ നിങ്ങൾക്ക് ദുബായിൽ ഈ ലൊക്കേഷനിൽ ഒരു പ്രോപ്പർട്ടിയും കിട്ടില്ല. അതും ഈ പറഞ്ഞ പ്രൈസ്, അതായത് ഇന്ത്യൻ റുപ്പീസിൽ അറൌണ്ട് 4 CR വരും, 4 കോടി രൂപ വരും. ഈ 4 കോടി രൂപ 6 to 7 വർഷം കൊണ്ടാണ് പേ ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഇല്ല, ടാക്സ് കൊടുക്കണ്ട. നമുക്ക് ഒരു നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് പ്ലാൻ ഉണ്ട്. ഈ പേയ്മെന്റുകളൊക്കെ ചെയ്യേണ്ടത് ഗവൺമെന്റ് അക്കൗണ്ടിലേക്കാണ്, അല്ലാണ്ട് ഒരു ഡെവലപ്പറുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നാളെ പ്രോപ്പർട്ടി എന്തായി എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയില്ല. രജിസ്റ്റേർഡ് പ്രൊജക്റ്റ് ആണ്. ദുബായിൽ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കറിയാം. ദുബായിലെ ഈ പറയുന്ന ബ്രാൻഡഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, ഞാൻ ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൊക്കേഷൻ ഇപ്പോൾ നമ്മൾ ആ ലൊക്കേഷനാണ് നിൽക്കുന്നത്, പക്ഷേ അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്കൈ ടവർ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് 7 വർഷത്തെ പേയ്മെന്റ് പ്ലാൻ ഉണ്ട്. 1 ബെഡ്റൂം ആണെങ്കിൽ ഞാൻ പറഞ്ഞു 2.3 to 2.5 മില്യൺ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നമുക്ക് 1 ബെഡ്റൂം കിട്ടും. ഒരു 800-850 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ അപ്പാർട്ട്മെന്റ്, ഫുള്ളി ഫർണിഷ് ചെയ്ത് നല്ല സ്റ്റൈലിഷ് അപ്പാർട്ട്മെന്റ് ആണ്. അപ്പാർട്ട്മെന്റിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ദുബായിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ലോഞ്ച് ആയിരുന്നു ടൈഗർ സ്കൈ ടവറിൽ നടന്നത്. സോ ഇതാണ് ബേസിക്കലി ലൊക്കേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാൻഡഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ദുബായിലെ മില്യണേഴ്സ് ട്രയാങ്കിൾ എന്നും പറയുന്ന ഈ ലൊക്കേഷൻ ഇതാണ്. ഈ പ്ലോട്ടിൽ ആകെ വരുന്ന 7 പ്രൊജക്റ്റുകളിൽ എല്ലാ പ്രൊജക്റ്റുകളും
5 സ്റ്റാർ ഹോട്ടൽസാണ്. ഇപ്പോൾ ഈ കാണുന്ന പാരാമൗണ്ട് ആയിക്കോട്ടെ, അതുപോലെ SLS ആയിക്കോട്ടെ, എല്ലാ പ്രോപ്പർട്ടീസും നല്ല ബ്രാൻഡഡ് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ സെയിം ഈ ബ്രാൻഡഡ് ട്രയാങ്കിൾ ഇത് ദുബായ് മോളിൽ നിന്നും അതുപോലെ ഡൗൺ ടൗണിൽ നിന്നും 5 മിനിറ്റ്സ് ഡിസ്റ്റൻസിലാണ്. ഈ കാണുന്ന റിവർ എന്ന് പറയുന്നത് ദുബായ് വാട്ടർ കനാലാണ്. അപ്പോൾ ഇത്രയും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്, അതായത് ഹാർട്ട് ഓഫ് ദുബായ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ലൊക്കേഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ബിസിനസ് ബേയിൽ നിന്ന് ഡൗൺ ടൗൺ ഇത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ മില്യണേഴ്സ് ട്രയാങ്കിളിൽ ഞാൻ പറഞ്ഞു വളരെ ലിമിറ്റഡ് പ്ലോട്ട്സാണ് ഉള്ളത്. അതിൽ ഈ പ്ലോട്ടാണ് നമ്മൾ 1600 കോടി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ബുർജ് മിങ്കാട്ടി. അതായത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 8 മില്യൺ, നാട്ടിലെ 16 തൊട്ട് 18 കോടി വരെ വരുന്ന അപ്പാർട്ട്മെൻറ്റ്സ്, 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ, അതായത് ജേക്കബ് ആൻഡ് കോ എന്ന് പറയുന്ന വാച്ച് ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റാണ് ബുർജ് മിങ്കാട്ടി എന്ന് പറഞ്ഞ ഈ പ്രൊജക്റ്റ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഞാൻ പറഞ്ഞു ഏകദേശം 20 കോടി, 18 തൊട്ട് 20 കോടിയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഈ സെയിം പ്രോപ്പർട്ടിയോട് ചേർന്ന് ബുർജ് ഖലീഫ വ്യൂ, കംപ്ലീറ്റ് ബുർജ് ഖലീഫ വ്യൂ പോകുന്ന രീതിയിൽ, അതായത് ഈ ബിൽഡിങ്ങിന് ഇനി വ്യൂ ഇല്ല, ഈ പ്ലോട്ടിലാണ് നമ്മുടെ ടൈഗർ സ്കൈ ടവർ വരുന്നത്. കംപ്ലീറ്റ് നമുക്ക് ബുർജ് ഖലീഫ വ്യൂ ഉണ്ട്, അതുപോലെ ഡൗൺ ടൗൺ ബിസിനസ് ബേ കംപ്ലീറ്റ് വ്യൂ ഉണ്ട്. 122 നിലയുള്ള വേൾഡിൽ 5 വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന ഈ ബുർജ് മിങ്കാട്ടി ഈ പ്ലോട്ടിലാണ് വരുന്നത്. ജേക്കബ് ആൻഡ് കോ കൊളാബറേറ്റ് ചെയ്യുന്നത് ബുർജ് മിങ്കാട്ടി ഈ പ്ലോട്ടിലാണ് വരുന്നത്. 101 നിലയാണുള്ളത് ആ ബിൽഡിങ്. അതിൻ്റെ റൈറ്റ് നെക്സ്റ്റ് പ്ലോട്ടിലാണ് ടൈഗർ സ്കൈ ടവർ വരുന്നത്. 122 നിലയുള്ള ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുർജ് മിങ്കാട്ടിയുടെ വ്യൂ ബ്ലോക്കാണ് കംപ്ലീറ്റ്ലി. ഈ പ്ലോട്ടിൽ ടൈഗർ സ്കൈ ടവർ വരുമ്പോഴത്തേക്കും ഈ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് വ്യൂ, ബുർജ് ഖലീഫ വ്യൂ ബ്ലോക്ക് ആവും. അതുകൊണ്ട് തന്നെ ടൈഗർ സ്കൈ ടവർ എന്ന് പറയുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഈ ഏരിയയിൽ ഇപ്പോൾ പോസ്റ്റ് ഹാൻഡ് ഓവർ കൊടുക്കുന്ന ഒരേ ഒരു ഡെവലപ്പർ ടൈഗറാണ്. 5 വേൾഡ് റെക്കോർഡുള്ള ഒരു ബിൽഡിങ്ങിൽ 7 വർഷത്തെ പേയ്മെൻറ്റ് പ്ലാനും ഉണ്ട്, 2 ഇയേഴ്സ് പോസ്റ്റ് ഹാൻഡ് ഓവറും ഉണ്ട്. പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഈ ബാക്കിയുള്ള പ്രോപ്പർട്ടിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കോമ്പീറ്റ് ചെയ്യുന്ന രീതി തന്നെയാണ്. ഏകദേശം 2500 മുതൽ 3000 സ്ക്വയർ ഫീറ്റ് പെർ സ്ക്വയർ ഫീറ്റാണ് പ്രൈസ് വരുന്നത്. 2.3 മില്യൺ, അതായത് ബുർജ് മിങ്കാട്ടിയിൽ 8 മില്യൺ ആണെങ്കിൽ ടൈഗർ സ്കൈ ടവറിൽ 2.5 മില്യൺ പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. അതും ഇത്രയും വേൾഡ് റെക്കോർഡുള്ള ബിൽഡിംഗ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്യാച്ച്. ഞാൻ പറഞ്ഞു ബുർജ് മിങ്കാട്ടിയിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 8 മില്യണിന് മുകളിലാണ്. നാട്ടിൽ 20 കോടി അടുപ്പിച്ച് ബുർജ് മിങ്കാട്ടിൽ വേണം. ടൈഗർ സ്കൈ ടവറിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 2.3 മില്യൺ നമുക്കിപ്പോൾ 1 ബെഡ്റൂം അവൈലബിൾ ആണ്. അതായത് നാട്ടിലൊരു 4-5 കോടി രൂപയ്ക്ക് നമുക്ക് ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ടൈഗർ സ്കൈ ടവറിൽ സ്വന്തമാക്കാം. സ്ക്വയർ ഫീറ്റ് ഏകദേശം 873 സ്ക്വയർ ഫീറ്റ് ഉള്ള അപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്കിൽ അഡ്വാൻറ്റേജ് ഈ 2.3 മില്യൺ, അതായത് 4 അല്ലെങ്കിൽ 5 കോടി രൂപ നമുക്ക് ഒരു രാത്രി കൊണ്ടല്ല കൊടുക്കേണ്ടത്, 7 വർഷം കൊണ്ടാണ് ഈ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ആകെ വേണ്ടതെന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ്. ദാറ്റ് ഈസ് 4%. പിന്നെ 20% ഓഫ് ദ ഡൗൺ പേയ്മെൻ്റ് ആണ് വേണ്ടത്. ഡൗൺ പേയ്മെൻറ്റ് 20% എന്ന് പറയുമ്പോൾ ഏകദേശം 4,76,000 ദിറംസ് വരും. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1 കോടി രൂപയാണ് നമുക്ക് തുടക്കത്തിൽ വേണ്ടത് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട്. പ്ലസ് 4% എന്ന് പറയുമ്പോൾ 96,000 അപ്രോക്സിമേറ്റ്ലി അതും വേണം. അതാണ് ടോട്ടൽ എമൗണ്ട്. നമുക്ക് വേണ്ട ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം ഒരു 1,30,00,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡൗൺ പേയ്മെൻറ്റ് അടച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. ബാലൻസ് ഉള്ള പേയ്മെൻറ്റ് നമുക്ക് ഓരോ 3 മാസം കൂടുമ്പോൾ 2% വെച്ച് അടച്ചാൽ മതി. ഓരോ 3 മാസം കൂടുമ്പോൾ 2%. അത് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോഴത്തേക്കും, അതായത് 52,000 ദിറംസാണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ നമുക്ക് 3 മാസം അടയ്ക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കംപ്ലീഷൻ വരെ അടയ്ക്കുക. ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ട് കീ കിട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ള 30% 2 വർഷം അവിടെ താമസിച്ചുകൊണ്ടോ റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടോ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതായത് പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 70% നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചിലവാകുന്നുള്ളൂ. ബാലൻസ് ഉള്ള പേയ്മെൻറ്റ് റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടോ അവിടെ താമസിച്ചുകൊണ്ടോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും ലിവറേജ് ഉള്ള ഒരു പ്രൊജക്റ്റാണ് ടൈഗർ സ്കൈ ടവർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു 5 വേൾഡ് റെക്കോർഡുള്ള ബിൽഡിംഗ് ആണ്. വേൾഡിൽ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് 5 എണ്ണം ബ്രേക്ക് ചെയ്ത ബിൽഡിംഗ് ആണിത്. അപ്പം അതിൽ നമുക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഈവൻ ഇന്ത്യയിൽ പോലും നമുക്ക് മുംബൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കൊച്ചിയിലൊരു നല്ല ലൊക്കേഷൻ നമുക്ക് ഈ പ്രൈസിൽ കിട്ടില്ല. അപ്പോൾ ദുബായിൽ ഇത്രയും നല്ല കൺവീനിയൻ്റ് ആയിട്ട് നല്ലൊരു ബ്രാൻഡഡ് ട്രയാങ്കിളിൽ എല്ലാ പ്ലോട്ടുകളിലും നല്ല നല്ല ബിൽഡിങ്സ് ഉള്ള ആ ലൊക്കേഷനിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്താലും നമുക്ക് നല്ലൊരു യൂണിറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം. പെൻറ്റ് ഹൗസ് അവൈലബിൾ ആണ്. ബുർജ് മിങ്കാട്ടിയിൽ 1,600 കോടിയാണെങ്കിൽ ഇവിടെ റോയൽ പെൻറ്റ് ഹൗസ് ഏകദേശം 50,000 സ്ക്വയർ ഫീറ്റുള്ള 2 നിലയുള്ള അപ്പാർട്ട്മെൻറ്റ്, അതായത് ഏറ്റവും ടോപ്പിൽ വേൾഡിലെ ഏറ്റവും ഹൈറ്റിലുള്ള പെൻറ്റ് ഹൗസിന് 180 മില്യൺ വരുന്നത്. അതായത് ഏകദേശം ഈ 1,600 കോടിയുടെ 4 ഇരട്ടി വില കുറവാണ് സ്കൈ ടവറിൽ വരുന്നത്. അതായത് 300 കോടി രൂപയ്ക്ക് നമുക്കിതിൽ റോയൽ പെൻറ്റ് ഹൗസ് കിട്ടും. അപ്പോൾ നമ്മൾ പറയുന്നതേ ഉള്ളൂ, ആരും വാങ്ങും. ഇപ്പം ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളികൾക്ക് എത്ര പേർക്ക് അത് വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ
ഈ പറയുന്ന പോലെ വേൾഡിൽ ഒരുപാട് പേര് അത് വാങ്ങാൻ പറ്റിയ കപ്പാസിറ്റി, ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ ഇത് ഒരു കൊച്ചിയിലൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന കൊച്ചിക്കാരാണെന്നുണ്ടെങ്കിൽ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുന്നത് 195 കൺട്രിയിലെ ആളുകളാണ്. അതിൽ റഷ്യൻസ് ഉണ്ടാവും, അതിൽ USA ഉണ്ടാവും, അതിൽ വൈറ്റ് അറബ്സ് ഉണ്ടാവും, എല്ലാ രാജ്യത്തെ ആൾക്കാരും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ഒബ്വിയസ്ലി വിത്തിൻ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സിൽ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആകാൻ സാധ്യതയുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ താല്പര്യം ഒരു കോൺടാക്ട് ചെയ്താൽ നമുക്ക് നല്ലൊരു യൂണിറ്റ് ബുക്ക് ചെയ്യാം.